Welcome to YouTube channel of Farooq Higher Secondary School, Farooq College. I am Ashraf Ali, Department of Physics. കഴിഞ്ഞ ദിവസങ്ങളിൽ കൈറ്റ് ചാനൽ വന്ന ഫിസിക്സ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന ടോപ്പിക്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ തന്നു കഴിഞ്ഞു. Electricity is a branch of physics, deals with electric charges, electric current, electric devices, etc. Electricity, the branch electricity is broadly divided into two, electrostatics and electrodynamics. Electrostatics is the study of stationary charges. Electrodynamics is the study of moving charges. Electrostatics is otherwise called static electricity and electrodynamics is also called current electricity. കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിസിറ്റി എന്ന ബ്രാഞ്ചിൽ രണ്ട് ടോപ്പിക്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ബ്രാഞ്ചാണ് ആരംഭിച്ചത്. അതിൽ ഇലക്ട്രിക് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് എന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് ഇലക്ട്രിക് ചാർജ്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്ത്, ടു ടൈപ്സ് ഓഫ് ഇലക്ട്രിക് ചാർജസ്, ചാർജിങ് ബൈ കണ്ടക്ഷൻ ആൻഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രീഫ് അക്കൗണ്ട് ഞാൻ നിങ്ങൾ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആവർത്തിക്കുകയാണ്. ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. നമ്പർ 1, there are two types of electric charges, positive charge and negative charge. Number 2, like charges repel, unlike charges attract. Number 3, additive property of electric charges. When a number of charges are interacting in a region, the total charge is the sum of the individual charges. Number 4, quantization of electric charges. Total charge of any body is an integral multiple of plus or minus electronic charge, that is Q is equal to plus or minus Ne, where N is an integer 1, 2, 3 etc. E electronic charge 1.602 into 10 raised to minus 19 coulomb. Quantization Q is equal to plus or minus Ne. And finally, law of conservation of electric charges. Charges can neither be created nor be destroyed. കഴിഞ്ഞ വർഷം നമ്മൾ 4 കൺസർവേഷൻ ലോസ് പഠിച്ചതിൽ 4ാമത്തെ ലോ ആയിട്ട് നമ്മൾ അവിടെ മെൻഷൻ ചെയ്ത് പോകുന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ചാർജസ് can neither be created nor be destroyed. ശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ 2 തരം ചാർജിനെ കുറിച്ച് 3 തരം ചാർജിനെ കുറിച്ച് സാറിനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ചാർജിങ് ബൈ ഫ്രിക്ഷൻ. കാര്യമായിട്ട് നിങ്ങൾ സിലബസിലുള്ളത് ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആണ്. ചാർജിങ് ബൈ കണ്ടക്ഷൻ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ചാർജ് ഉപയോഗിച്ച് ഒരു ബോഡിയെ പോസിറ്റീവ് ചാർജ് ചെയ്യാം, നെഗറ്റീവ് ചാർജ് ഉപയോഗിച്ച് ഒരു ബോഡിയെ നെഗറ്റീവ് ചാർജ് ചെയ്യാം. കണ്ടക്ഷൻ മുഖേന ഒരു ബോഡിയെ ചാർജ് ചെയ്യുന്ന മെത്തേഡാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഒരു ബോഡി പോസിറ്റീവ് ചാർജ് ബോഡി, അതിനകത്തൊരു ന്യൂട്രൽ ബോഡി വെക്കുകയാണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് ബോഡി ഉപയോഗിച്ച് ആ ബോഡിയെ ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ചെയ്യാം. ഒരു നെഗറ്റീവ് ചാർജ് ബോഡി, അതിനകത്ത് ന്യൂട്രൽ ബോഡി വെക്കുന്നു. ഈ നെഗറ്റീവ് ചാർജ് ബോഡി ഉപയോഗിച്ച് എങ്ങനെ ആ ബോഡി നെഗറ്റീവ് ചാർജ് ചെയ്യാം, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇഫ് എ ബോഡി ഈസ് ചാർജ്ഡ് ബൈ ദ ആക്ച്വൽ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ ബോഡി ടു ദി അതർ, the method is called charging by conduction. Number 2, charging by induction. പോസിറ്റീവ് ചാർജ് ഉപയോഗിച്ച് ഒരു ബോഡി എങ്ങനെ നെഗറ്റീവ് ചാർജ് ചെയ്യാം, നെഗറ്റീവ് ചാർജ് ബോഡി ഉപയോഗിച്ച് എങ്ങനെ ഒരു ബോഡി പോസിറ്റീവ് ചാർജ് ചെയ്യാം, അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാർജ് ബൈ ഇൻഡക്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. when an earthed body is placed near to a charged body, the earthed body gets oppositely charged. ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന പ്രോപ്പർട്ടിയാണത്. ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ മുഖേന ചാർജ് ചെയ്യുന്ന രീതി എക്സാമ്പിൾ സഹിതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ ഞാൻ ആ ക്ലാസ്സിന്റെ നേരെ കണ്ടിന്യൂഷനായി ക്വാണ്ടൈസേഷൻ എന്ന പ്രോപ്പർട്ടി, ചാർജിന്റെ വളരെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ എന്ന പ്രോപ്പർട്ടി. ടോട്ടൽ ചാർജ് ഓഫ് എനി ബോഡി ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പ്ലസ് ഓർ മൈനസ് ഇലക്ട്രോണിക് ചാർജ്. ലോകത്ത് ഏത് ബോഡി ചാർജ് ബോഡിയുടെ പ്രത്യേകത ഇലക്ട്രോണിക് ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്.
നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോണിക് ചാർജ് ഈസ് 1.602 ഇൻറ്റു 10⁻⁹ കൂളോം. ചാർജ് എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ SI ഇൻറ്റു കൂളോമാണ്. അപ്പോൾ ഇലക്ട്രോണിക് ചാർജ് 1.602 10⁻⁹ കൂളോമാണ് ഇലക്ട്രോണിന്റെ ചാർജ്. ഈ ഇലക്ട്രോണിക് ചാർജിന്റെ മൾട്ടിപ്പിൾസിൽ മാത്രമേ ലോകത്ത് എവിടെയും ചാർജ് എന്ന ഫിനോമിന ഉള്ളൂ. ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് പ്രോപ്പർട്ടി. അതിനെ ബേസ് ചെയ്ത് രണ്ട് പ്രോബ്ലം, ആ ഒരു ആശയം ക്ലിയർ ആകുന്നതിന് വേണ്ടി രണ്ട് പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്യാണ്. ശ്രദ്ധിക്കണം, പ്രോബ്ലം നിങ്ങൾ എഴുതിയെടുക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. ചാർജ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ ആസ് 7 × 10⁻⁹ കൂളോം. ഇങ്ങനൊരു ചാർജ് നിലനിൽക്കുമോ എന്നാണ് ചോദ്യം. ഇങ്ങനൊരു ചാർജിന് നിലനിൽപ്പുണ്ടോ? Will it exist? Justify your answer. നമുക്കറിയാം ക്വാണ്ടൈസേഷൻ Q ± NE ആണ്. ടോട്ടൽ ചാർജ് Q = 7 × 10⁻⁹ കൂളോം. ഇലക്ട്രോണിക് ചാർജിന്റെ വാല്യൂ 1.602 10⁻⁹ കൂളോം. ടോട്ടൽ ചാർജ് Q = NE. N is an integer, എണ്ണമാണത്. Q = Q/E. അതിനർത്ഥം ഈ ചാർജിനെ ഈ ഇലക്ട്രോണിക് ചാർജിനോട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇൻറ്റിജർ പൂർണ്ണസംഖ്യ കിട്ടുകയാണെങ്കിൽ ആ ഒരു ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നർത്ഥം. കിട്ടുന്നത് 4.2, 1.2, 1.3 തുടങ്ങിയ അപൂർണമായ സംഖ്യകൾ ഇൻറ്റിജർ അല്ല എങ്കിൽ ഒരിക്കലും അങ്ങനെ ചാർജ് നിലനിൽപ്പില്ല. കിട്ടുന്ന ആൻസർ 7 × 10⁻⁹ by 1.602 10⁻⁹ ചെയ്താൽ 4.36. 4 ആണെങ്കിൽ ഇൻറ്റിജർ ആണ്, 5 ആണെങ്കിൽ ഇൻറ്റിജർ ആണ്. പക്ഷേ 4.36 ഇറ്റ് ഈസ് നോട്ട് ഇൻറ്റിജർ. ചാർജ് വിൽ നോട്ട് എക്സിസ്റ്റ്. ഇങ്ങനൊരു ചാർജ് ഒരിക്കലും ഒരു ബോഡിക്ക് ചാർജ് സാധ്യമല്ല. ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല എന്നർത്ഥം. ഇങ്ങനെ ചാർജ് നിലനിൽക്കില്ല. ഇതേ ഒരു ക്വസ്റ്റ്യൻ അല്പം മാറ്റം വരുത്തിക്കൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ശ്രദ്ധിക്കണം ബോർഡിലേക്ക്. ചാർജ് ഓഫ് എ ബോഡി ഈസ് 7 മൈക്രോകൂളോം. ഈസ് ഇറ്റ് പോസിബിൾ? എക്സ്പ്ലെയിൻ. 7 മൈക്രോകൂളോം എന്ന ഒരു ചാർജ് ബോഡിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ക്വാണ്ടൈസേഷൻ അനുസരിച്ച് വീണ്ടും ടോട്ടൽ ചാർജ് 7 × 10⁻⁶ കൂളോം. Q = 7 × 10⁻⁶ കൂളോം. ഈ ഇലക്ട്രോണിക് ചാർജ് 1.602 10⁻⁹ കൂളോം. ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് Q = NE. അതുകൊണ്ട് N is integer. N = Q/E. 7 × 10⁻⁶ by 1.602 10⁻⁹. Value is 4.36 × 10⁻13. 436 × 11. നമുക്കറിയാം ഇതൊരു ഇൻറ്റിജർ ആണ്. 436 എഴുതിയിട്ട് 11 പൂജ്യം ചെയ്താൽ ഒരു പൂർണ്ണസംഖ്യ വാല്യൂ വരാം. ഇറ്റ് ഈസ് an integer, so this charge will exist. ഈ ചാർജ് നിലനിൽക്കും. ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ മനസ്സിലാണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഏത് ബോഡിയുടെയും ചാർജ് ഇലക്ട്രോണിക് ചാർജിന്റെ പൂർണ്ണസംഖ്യയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും എന്നാണ് അർത്ഥം. Q = mathematically Q = ± NE. Thank you.